എന്നത്തെയും പോലെ രാവിലെ തന്നെ നെസ്റ്റോല് ഓഫീസിലാണെങ്കിൽ ഇന്ന് പ്രതീക്ഷേട്ടൻ്റെ നമ്മുടെ മാനേജറായ പ്രതീക്ഷേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ തന്നെ പോയി നെസ്റ്റോ പോയി കേക്കൊക്കെ മേടിച്ചു. അങ്ങനെ ഓഫീസിലെത്തി. പിന്നെ പ്രതീക്ഷേട്ടന് കൊടുക്കാനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ആള് അത് ഗിഫ്റ്റിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ കേക്കൊക്കെ മുറിച്ച് തുടങ്ങി കേട്ടോ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞൊരു ഉച്ച നേരമായപ്പോൾ ഇന്ന് പ്രതീക്ഷേൻ്റെ ബർത്ത്ഡേ ചിലവായിരുന്നു. അപ്പം നെഹദീന്ന് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്ന് പിന്നെ ഫുഡ് മന്തി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ഏത് വഴിക്കാണ് മന്തി പോയെന്നറിയില്ല. ഒരു ഫുൾ മന്തി അത് അവിടെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറക്കുക, കേക്ക് തിന്നുക, തന്നെയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പണി. പിന്നെന്താ, പിന്നെ ഒരു വൈകുന്നേരമായപ്പോൾ ഞങ്ങളൊരു ചായക്കോ ടീയൊക്കെ ഉണ്ടാക്കി ചായ കുടിച്ചു. പിന്നെ ഒരു ചായക്കാരൻ വരാറുണ്ട്, അപ്പോൾ ഒരു പരിപ്പോടയും വാങ്ങിയിട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് 5:30 ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ വീണ്ടും നെസ്റ്റോയിലോട്ട് പോയി വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി. അമ്മ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു നെസ്റ്റോയിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നെസ്റ്റോ പോയി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. വീട്ടിലേക്കുള്ള സാധനങ്ങൾ പകുതി മുക്കാൽ സാധനങ്ങൾ കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നെസ്റ്റോ പോയിട്ടോ. കണ്ണൻ നെസ്റ്റോയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണനെ ഏത് വഴിക്ക് ഓടുമെന്നറിയില്ല. കാരണം അവനെ കാണാൻ കിട്ടില്ല. അവൻ വേറെ സ്ഥലത്ത്, അമ്മ വേറെ സ്ഥലത്ത്, ഞാൻ വേറെ സ്ഥലത്ത്, ഇങ്ങനെയായിരിക്കും. അങ്ങനെ നെസ്റ്റോ പോയിട്ട് പിന്നെ വീണ്ടും ബിരിയാണിയും പിന്നെ സലാഡും ഒക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ നീ തടി വെച്ചല്ലോ എന്നുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയും ഞാൻ എങ്ങനെയാണ് തടി വയ്ക്കാണ്ടിരിക്കുക. ഇമ്മാതിരി സാധനങ്ങളൊക്കെ എല്ലാം അടിച്ച് കയറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം നെസ്റ്റോന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നവരാത്രിയുടെ ഭാഗമായിട്ട് തൃശ്ശൂർ 2-3 സ്ഥലത്തായിട്ടാണ് ബൊമ്മക്കുലു ഒരുക്കിയിരിക്കുന്നത്. ഞാൻ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പോയി കണ്ടു കേട്ടോ. ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. ബൈ.